കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഈ നിലയിൽ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരിലൂടെ പ്രസ്താവിക്കപ്പെട്ടതുപോലെ നമ്മളുടെ ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ രാത്രിയിൽ സമാരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തു. ദൈവദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സത്യവചനം ഘോഷിപ്പാൻ കർത്താവ് ദാസന്മാരെ ബലപ്പെടുത്തി. നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ പ്രാരംഭ ദിനമാണല്ലോ ഇന്ന്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അനേക ദൈവദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട അനവധി വിഷയങ്ങൾ നമ്മൾക്ക് പഠിക്കുവാൻ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രിയ ദൈവദാസൻ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നോട്ട്സുകളൊക്കെ കഴിഞ്ഞ നാളുകളിലേതൊക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന എന്നാൽ പ്രായാധിക്യത്തിൽ കഴിയുന്ന അനേക ദൈവദാസന്മാരിലൂടെ നല്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വർഷവും നമുക്ക് 2 വിഷയം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വാസ്തവമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ഭക്തിയോടെ, താഴ്മയോടെ, പ്രാർത്ഥനയോടെ, കൃപയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ നിന്നുമാണ് പ്രിയ ദൈവദാസൻ ഉദ്ധരിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ മടങ്ങി വരികയാണ്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ ഏതാണ്ട് ഒടുവിലത്തെ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വേദഭാഗമാണ് വായിച്ചത്. നമ്മുടെ മലയാളം ബൈബിളിൽ 11-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് അത്. 2 പത്രോസ് 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം 12-ാം വാക്യം കൂടെ ചേർത്താണ് അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 11ഉം 12ഉം വാക്യങ്ങളോട് ചേർത്ത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പ്രിയ സഹോദരൻ അത് വായിക്കുന്നതായിരിക്കും. വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. മതി. ഈ ദൈവത്തിൻ്റെ വചനമാണ് ഇപ്രാവശ്യം ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ ആയിരിക്കാനും ആ വിഷയത്തിന് ഒരു വിശദീകരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് തരുന്നത്, ഇന്നും അടുത്ത ദിവസങ്ങളിലുമായിട്ട് തരുന്നത് നമ്മളുടെയൊക്കെയും ആത്മീയ ജീവിതത്തിന് ഏറ്റവും അത് പ്രയോജനകരമായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. പത്രോസിൻ്റെ 1ഉം 2ഉം ലേഖനങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ, ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയ ദേവദാസൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ ഇതിനോട് ചേർത്ത് ഒന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 വാക്യങ്ങളാണ് ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അത് കൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അത് എഫേസോസിലെ വിശ്വാസികളോടാണ് പറയുന്നത്. എഫേസോസിലെ വിശ്വാസികളോടാണ് പറയുന്നത്. അവർ ജാതികളായിരുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നത് മറ്റൊന്നും അവർക്ക് പറയാനായിട്ടില്ല. അവർക്ക് പിതാക്കന്മാരോ പ്രമാണങ്ങളോ
അല്ലെങ്കിൽ പഴയ നിയമത്തിലെ എന്തെങ്കിലും അനുഗ്രഹങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അബ്രഹാമിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആ ഒരു കാര്യമല്ലാതെ മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരോട് ചേർന്ന് പറയുകയാണ്, പൗലോസ് യഹൂദൻ തന്നെയാണ്, കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു, അതിനും നിങ്ങൾ കാരണമല്ല, അല്ലെങ്കിൽ നമുക്ക് യാതൊന്നും പ്രശംസിക്കാനായിട്ട് ഇല്ല. എന്നാൽ ഇതുപോലെ ഒരു വാക്യം റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ആ വാക്യം ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ വാക്യങ്ങളും വായിച്ചില്ലെങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോകാം. പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മളുടെ നീതീകരണം സാധിക്കപ്പെട്ടു. നമ്മൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായിട്ട് തീർന്നു. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിലെ വിഷയം മഹുദ്ധീകരണം എന്നുള്ള ഒരു വിഷയമാണ്. മഹുദ്ധീകരണം. അപ്പോൾ അതിനു മുൻപുള്ള 7 അധ്യായങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ, ഉപദേശങ്ങൾ താൻ പറഞ്ഞു വരികയാണ്. 1-ാം അധ്യായത്തിൽ വെളിപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്, റെവലേഷനെ കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിക്ഷാവിധിയെ കുറിച്ചാണ്, കണ്ടംനേഷനെ കുറിച്ചാണ് പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സാൽവേഷൻ, രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തെക്കുറിച്ചാണ്. ദാവീദ് എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്, അതെല്ലാം പറയുക. ഇനിയും 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് റെക്കൺസിലിയേഷൻ, ദൈവവുമായിട്ട് നമുക്കെങ്ങനെ നിരപ്പ് പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലിബറേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം. ഇനിയും 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ, മഹുദ്ധീകരണം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയുടെ ഉപദേശ സംഹിത ഈ 8 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അവനെ വിശുദ്ധിയോടെ ഭക്തിയോടെ വേർതിരിച്ച് നിർത്തി അവനെ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ഉപയുക്തനാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്, കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിന് നമ്മൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവം കൃപയാൽ അത് ചെയ്തതാണ്. എന്നാൽ ഇനിയുള്ള കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നു. കാലാകാലങ്ങളിൽ നമ്മൾ ഓരോ കാലങ്ങളിലും ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ദൈവദാസന്മാരിലൂടെ നമുക്ക് തരികയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവാത്മാവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശയാലല്ലോ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ, നമുക്ക് ഭക്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പ്രാമുഖമായിട്ട് ഞാനത് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിച്ച ആ വേദഭാഗം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു വേദഭാഗമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും പത്രോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം ഉപസംഹരിക്കുമ്പോൾ അതിനു മുമ്പ് അനേകം അനുഗ്രഹിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് താൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എഴുതിയെടുക്കുന്നവർക്ക് വളരെ സാവകാശം എഴുതിയെടുക്കത്തക്ക നിലയിൽ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് ഒരു നോട്ട് ലഭിക്കും. എങ്കിലും അതിൽ പറയാത്ത അനേക കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ക്ലാസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതിനനുസരിച്ച് ഞാൻ പറയുന്നതായിരിക്കും. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 11ഉം 12ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവ ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ദൈവ ദിവസം എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവ ദിവസവും ദൈവമക്കളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബന്ധം എന്താണ്? ദൈവ ദിവസവും ദൈവമക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് അതാണ്. മൂന്നാമത്തെ കാര്യം, ദൈവ ദിവസത്തോട് ദൈവമക്കളുടെ പ്രതികരണം എന്തായിരിക്കണം? ദൈവ ദിവസത്തോട് ദൈവമക്കളുടെ പ്രതികരണം എന്തായിരിക്കണം? നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ദൈവം അനുവദിച്ചാൽ ഈ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു ദിവസം ഇതിലെ ഒരു പോയിന്റ് നമുക്ക് തീർക്കാമെങ്കിലും മറ്റ് 2 വിഷയങ്ങൾ അങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വളരെ പെട്ടെന്ന് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. കേവലം ഒരു പ്രസംഗത്തെക്കാൾ ഒരു ബൈബിൾ ക്ലാസ് എന്നുള്ള നിലയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ശിഷ്യന്മാരിൽ, വത്സല ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. ആദിമകാലങ്ങളിലൊന്നും തനിക്ക് അത്രമാത്രം ദൈവസന്നിധിയിൽ കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരു പക്വതയിലേക്ക് വരാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സഭ ആരംഭിച്ചത് മുതൽ ഓരോ ദിവസവും തൻ്റെ ആത്മീക ജീവിതം, തൻ്റെ പ്രാണപ്രിയനോടുള്ള, തൻ്റെ കർത്താവിനോടുള്ള ആ ഒരു ബന്ധം, ആത്മീകമായിട്ടുള്ള ജീവൽ ബന്ധം ഓരോ ദിവസവും വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പത്രോസ് കർത്താവിനോടൊക്കെ, അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, എന്ത് ചോദ്യം വന്നാലും എവിടുന്ന് വന്നാലും അത് പത്രോസിൽ നിന്നായിരിക്കും ആദ്യം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നീ രാജ്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നത് എപ്പോഴാ? അല്ലെങ്കിൽ ഈ ദൈവ ദിവസം എന്നാണ്? നീ രാജാവായിട്ട് എന്നാണ് വാഴാനായിട്ട് പോകുന്നത്? ഞങ്ങളും സിംഹാസനങ്ങളിലൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എന്നാണ്? ഭയങ്കര ധൃതിയായിരുന്നു അതിന്. എന്നാൽ താനെ വാർദ്ധക്യത്തിലെത്തി, താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ താൻ പറയുന്ന പക്വതയേറിയ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയായിരിക്കുന്നത്. തൻ്റെ അല്ലെങ്കിൽ താൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന കർത്താവിൻ്റെ മക്കളെയൊക്കെ താൻ പഠിപ്പിക്കുന്നത് നോക്കിയ, താൻ എത്രമാത്രം താൻ പക്വതയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മൾ ആത്മീകമായിട്ട് ഒരുപാട് പഠിച്ചു എന്നുള്ളതിനേക്കാൾ നമ്മൾ കർത്താവിൻ്റെ മനസ്സിനോട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. പത്രോസ് ആ നിലയിൽ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഒരുപാട് ദൈവസന്നിധിയിൽ താൻ ആത്മീകമായിട്ട് പക്വതയിലേക്ക് വളരുവാനും ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ടവരോട് തനിക്ക് പറയാനുള്ളതും ഇന്നും നമ്മളോട് പറയാനായിട്ടുള്ളത്. അതിനെന്താണ് വേണ്ടത്? അതിൻ്റെ ഏറ്റവും ഒടുവിൽ താൻ പറയുകയാണ് 18-ാമത്തെ വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും നമ്മൾ എന്ത് ചെയ്യണം? വളരണം. കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം, ആമേൻ എന്ന് പറഞ്ഞ് ആ ലേഖനം താൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഈ 2 ലേഖനങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ലേഖനം താൻ എഴുതുമ്പോൾ താൻ ആദ്യം അത് പ്രതിപാദിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ആ ലേഖനത്തിൽ മൊത്തമായിട്ട് താൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൃപയും ജീവനുള്ള പ്രത്യാശയും എന്നുള്ളൊരു വിഷയമാണ്. മറക്കരുത്, ദൈവത്തിൻ്റെ കൃപയും ജീവനുള്ള പ്രത്യാശയും എന്നുള്ളൊരു വിഷയമാണ് താൻ 1-ാം ലേഖനത്തിൽ താൻ പ്രതിപാദിക്കുന്നത്. അതായത് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ലിവിങ് ഹോപ്പ്, ദൈവത്തിൻ്റെ കൃപയും ജീവനുള്ള പ്രത്യാശയും. ദൈവത്തിൻ്റെ കൃപ, ജീവനുള്ള പ്രത്യാശ. എന്താണ് ഈ ജീവനുള്ള പ്രത്യാശ? ജീവനുള്ള പ്രത്യാശയ്ക്ക് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിലും എൻ്റെ മനസ്സിലേക്ക് വന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അപ്പോസ്തലന്മാർക്കൊക്കെ ജീവനുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ജീവനുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രത്യാശ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ വളരുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ നർച്ചർ ചെയ്യുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ താലോലിച്ച് വളർത്തുന്ന ഒന്നായിരുന്നു ഈ പ്രത്യാശ എന്ന് പറയുന്നത്.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ലെന്ന പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞു വരികയാണെങ്കിൽ, അത് നമ്മളെ താലോലിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ ഉണർത്തുന്നില്ലെങ്കിൽ, അത് ജീവനുള്ള പ്രത്യാശയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് ജീവനുള്ള പ്രത്യാശ എന്നുള്ള ആ വാക്ക് താൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ അതേ അർത്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു തലം കൂടെ ഞാനൊന്ന് പറയാം. അപ്പോസ്തലന്മാരൊക്കെ അവർ വിശ്വസിച്ചിരുന്നത് അവർ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരുമെന്നുള്ളതാണ്. അവർ വിശ്വസിച്ചത്, അല്ലെങ്കിൽ അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത്, അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ കർത്താവ് വരും എന്നുള്ളതായിരുന്നു. നമ്മൾ അങ്ങനെ വിശ്വസിക്കാറുണ്ടോ? നമ്മളങ്ങനെ വിശ്വസിക്കാറുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ വിശ്വസിച്ചു. എന്നാൽ ഇന്നത്തെ നാളുകളിൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? കർത്താവ് വരും, എത്രയും പെട്ടെന്ന് വരും, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഒരു വേള എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് നമുക്കിത് പറയാനായിട്ട് സാധിക്കുമോ? ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വരും. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വായിക്കുന്ന വാക്യങ്ങളാണ്. പിന്നെ ജീവനോടിരിക്കുന്ന ചേർത്ത് പറഞ്ഞു, പിന്നെ ജീവനോടിരിക്കുന്ന നാം. അപ്പൊ നോക്കിയേ, പൗലോസ് പറയുക, പിന്നെ ജീവനോടിരിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിങ്കൽ ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് വരും. അങ്ങനെ പറയാൻ ആ ഒരു ധൈര്യം പൗലോസിന് എവിടുന്ന് കിട്ടി? ആ ജീവനുള്ള പ്രത്യാശ, നമ്മുടെ കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്നതിന് എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സവുമില്ല. ഞാൻ കർത്താവിനെ ഒരുങ്ങി, ഞാൻ പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ആ നിലയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അപ്പോസ്തലന്മാർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് ആ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ജീവനുള്ള പ്രത്യാശ ദൈവത്തിൻ്റെ കൃപയാൽ. ഇനിയും ജീവനുള്ള പ്രത്യാശ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കൃപ നമ്മളിൽ വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അത് ഇങ്ങനെ വളർന്നു വരണം, അല്ലെങ്കിൽ തൻ്റെ ആ ലേഖനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൃപ നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് തീത്തോസിന്റെ ലേഖനത്തിലാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ എന്നിൽ ദൈവകൃപ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി, ആരംഭിച്ചു. എന്നിൽ ആരംഭിച്ച ഒരു ദൈവകൃപ. ഇനി 11ഉം 12ഉം വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ദൈവകൃപ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് നമ്മളെ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ച് വളർത്തുന്നു. നമ്മളെ ഓരോ ദിവസവും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചമോഹങ്ങളും ഇതെല്ലാം വർജിച്ചിട്ട് ആ പ്രത്യാശയ്ക്കായിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്? ശിക്ഷിച്ച് വളർത്തുകയാണ്, നമ്മളെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ജീവന്റെ കൃപ, ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശിക്ഷിച്ച് ഓരോ ദിവസവും നമ്മളെ വളർത്തുകയാണ്. ഇനി നോക്കിയേ, ആ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ആ ഒന്നാമത്തെ ലേഖനത്തെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓരോ അധ്യായങ്ങളിൽ ഓരോ വിഷയങ്ങളല്ല, അതൊരു പ്രത്യേക ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഗ്രേസ് ആൻഡ് സാൽവേഷൻ, ദൈവത്തിൻ്റെ കൃപയും രക്ഷയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തിൻ്റെ കൃപയും രക്ഷയും എന്നുള്ള ഒരു വിഷയമാണ്. അതിന് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയുകയാണ്, കൃപയാലുള്ള രക്ഷ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കൃപയാലുള്ള രക്ഷ സാധിച്ചു എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ
ഭക്തിയോടെ ജീവിപ്പാനും പ്രത്യാശയോടെ ജീവിപ്പാനും നമുക്ക് സാധിക്കത്തുള്ളൂ. കൃപയാലുള്ള രക്ഷ സാധിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്കത് വിശദീകരിക്കണമെന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർ കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും അത് വിശദീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ കൃപയാലുള്ള രക്ഷ എന്താണ് എന്നുള്ളത്, അതായത് വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന് വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വചനത്തിലൂടെ വീണ്ടും ജനിക്കപ്പെട്ട കൃപയാലുള്ള രക്ഷ സാധുതമായി തീർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിലയിൽ ഭക്തിയോടെ പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ രാത്രിയിലും ദൈവദാസൻ അത് നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. എനിക്ക് ഭക്തിയോടെ വിശുദ്ധിയോടെ പ്രത്യാശയോടെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ തുടക്കം നമ്മളൊന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. നമ്മളെ ആ രീതിയിൽ എനിക്ക് ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ? ഇനി രണ്ടാം ഭാഗത്തേക്ക് അപ്പോസ്തലനായ പൗലോസ് വരുമ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 11 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഗ്രേസ് ആൻഡ് സബ്മിഷൻ, ദൈവത്തിൻ്റെ കൃപയും സമർപ്പണവും എന്നുള്ള ഒരു വിഷയമാണ്. ഗോഡ്സ് ഗ്രേസ് ആൻഡ് സബ്മിഷൻ. ഇതിനെയും നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, കൃപയാലുള്ള സമർപ്പണം. കൃപയാലുള്ള സമർപ്പണം. നമ്മുടെ ജീവിതത്തിൽ കൃപയാലുള്ള സമർപ്പണം സാധ്യമാകുന്നില്ലെങ്കിൽ കൃപയാലുള്ള രക്ഷ നമ്മളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൃപയാലുള്ള രക്ഷ നമ്മളിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ കാണാനായിട്ട് സാധിക്കും. എങ്ങനെ കാണാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണമുണ്ടായിരിക്കും. അവൻ സമർപ്പണബോധത്തോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. കർത്താവിന് വേണ്ടി അവൻ പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് രണ്ടാമത്തെ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കൃപയാലുള്ള രക്ഷ, രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കൃപയാലുള്ള സമർപ്പണം. ഇനി മൂന്നാമത്തെ ഭാഗത്തോട്ട് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വേദഭാഗങ്ങൾ, ബാക്കി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വേദഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഗ്രേസ് ആൻഡ് സഫറിങ്. ഗോഡ്സ് ഗ്രേസ് ആൻഡ് സഫറിങ്, അതായത് ദൈവത്തിൻ്റെ കൃപയും കഷ്ടതയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനും നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, കൃപയാലുള്ള കഷ്ടത. കൃപയാലുള്ള കഷ്ടത. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, ട്രിബുലേഷൻ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, ട്രയൽസ്, ടെംപ്റ്റേഷൻ, ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരാം. പക്ഷേ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, വാസ്തവത്തിൽ അവൻ കർത്താവിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അവൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവന് ലഭിക്കുന്ന കഷ്ടത എങ്ങനെയുള്ള കഷ്ടതയായിരിക്കും? ഒന്ന് പറഞ്ഞേ. അത് കൃപയാലുള്ള കഷ്ടതയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. ആ കഷ്ടതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൃപയാലുള്ള കഷ്ടത. കൃപയാലുള്ള കഷ്ടത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന ഓരോ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പിറുപിറുക്കാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർത്താവേ നീ എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. അതുപോലെ പറയണം, കർത്താവേ എനിക്ക് തന്ന കഷ്ടതയ്ക്കായിട്ട് സ്തോത്രം. അതുകൊണ്ടാണല്ലോ സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയത്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ ഞാനത് എങ്ങനെ ഏറ്റുവാങ്ങും? സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി എൻ്റെ കർത്താവിന് ഞാൻ ഹല്ലേലൂയ പാടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴാണ് ഈ കൃപയാലുള്ള കഷ്ടത വരുന്നതെന്നറിയാമോ? കൃപയാൽ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോഴാണ്. കൃപയാലുള്ള സമർപ്പണം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്.
നോക്കിയേ, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നോക്കിയേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. അപ്പോൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? കൃപയാൽ നമുക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. കൃപയാൽ നമുക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് ഇടയായി തീർന്നു. മൂന്നാമത്തെ കാര്യം, കൃപയാൽ നമുക്ക് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കർത്താവ് നമുക്ക് കൃപ തന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ, അവർ കഷ്ടമനുഭവിക്കുമ്പോൾ അവർ പിറുപിറുക്കാത്തത്, അവർ മറുതലിക്കാത്തത്, അവർ പിന്മാറിപ്പോകാത്തത്, അവർ മടങ്ങിപ്പോകാത്തത്, അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ: ഇത് കൃപയാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതാണ്, കൃപയാൽ എനിക്ക് തന്നിരിക്കുന്നതാണ്. ഇനിയും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുമ്പോൾ അത് ഒന്നുകൂടെ, അത് കുറച്ചുകൂടെ ആഴമായിട്ടാണ് താനത് പറയുന്നത്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജഡത്തിൽ കഷ്ടമനുഭവിച്ചതിൽ, സഭയ്ക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചതിൽ കുറവായുള്ളത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ പൂരിപ്പിക്കുകയാണ്. അതൊരു പക്ഷെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൃപയാലുള്ള കഷ്ടത ക്രിസ്തു ജഡത്തിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് പൂരിപ്പിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്തു, പത്രോസ് അപ്പോസ്തലൻ അത് ചെയ്തു. അത് അവർക്കൊക്കെ തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫോൾസ് ടീച്ചേഴ്സിനെ കുറിച്ചാണ്, ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്. അതായത് ദൈവത്തിൻ്റെ വചനം കോട്ടിക്കളയുന്ന ഒരു കാലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അന്ന് തന്നെ. എന്നാൽ ഇന്ന് അതിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചകോടിയിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാം ലേഖനത്തിലെ വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും ജീവനുള്ള പ്രത്യാശയുമാണ്. ഇനിയും രണ്ടാം ലേഖനത്തിലെ വിഷയത്തെ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും: ആത്മീയ പരിജ്ഞാനം, അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ്. അപ്പോൾ ഒന്നാമത്തെ ലേഖനം പത്രോസ് എഴുതുന്നത് ദൈവത്തിൻ്റെ കൃപയും ജീവനുള്ള പ്രത്യാശയും എന്നുള്ള വിഷയം. ഇനി രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നമ്മൾക്ക് ആത്മീയ പരിജ്ഞാനം നമുക്കുണ്ടാകണം, സ്പിരിച്വൽ നോളജ് നമുക്കുണ്ടാകണം. ഇന്ന് നമുക്ക് പരിജ്ഞാനം, അതായത് കേവലം അറിവ് നമുക്ക് ധാരാളമുണ്ട്, എന്നാൽ ആത്മീക പരിജ്ഞാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾക്ക് വളർച്ചയുണ്ട്, അത് ശരിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണാതെ പഠിച്ചിരിക്കുക, എല്ലാ തലങ്ങളിലും നമ്മളത് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സ്പിരിച്വൽ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ അല്പം കൂടെ മുന്നോട്ട് കടന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അത് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും 3 ഭാഗങ്ങളായിട്ട് രണ്ടാമത്തെ ലേഖനത്തെയും നമുക്ക് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായം. അത് നമുക്ക് 3 അധ്യായങ്ങളായിട്ട് തന്നെ അത് നമുക്ക് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. ഇനി ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ ഞാൻ മുന്നോട്ട് ഓടി പോവുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്, ഫോൾസ് ടീച്ചേഴ്സ്. 2-ാം അധ്യായത്തിൽ അത് ഏറ്റവും പ്രധാനമായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നത്, അതായത് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു യഥാർത്ഥ ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി ആരാണെന്നും അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഒന്ന് വെക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ട്, 2 ദൈവവചനത്തിന് എതിരായിട്ട് നീങ്ങുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിലെ യഥാർത്ഥ ഉപദേശ സത്യങ്ങൾക്ക് എതിരായിട്ട് നീങ്ങുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ താൻ പറയുകയാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ആരാണ്, അവരുടെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. അതിനെ തിരിച്ചാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ.
2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് നോക്കിക്കേ. അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ബിലവഡ്, പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാണ്. അത് അതിൻ്റെ 1-ാമത്തെ ഭാഗം. 3-ാം അധ്യായത്തെ നമ്മൾ ചില തരം തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അവിടെ 1-ാമത്തെ കാര്യം പ്രിയമുള്ളവരെ. ഇനിയും 2-ാമത്തെ ഭാഗം നോക്കിയേ, 8-ാമത്തെ വാക്യം. അവിടെയും പറയുന്നത് എന്താണ്? എന്നാൽ പ്രിയമുള്ളവരെ, എന്നാൽ പ്രിയമുള്ളവരെ. ആ പ്രിയമുള്ളവരെ എന്നുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ആ ഭാഗത്തെ നമുക്ക് വിശദീകരിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയും മുന്നോട്ട് വരുമ്പോൾ 14-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യത്തിലും പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ 1-ാമത് പ്രിയമുള്ളവരെ, 2-ാമത് പറയും എന്നാൽ പ്രിയമുള്ളവരെ. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ. ഇനിയും 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും പത്രോസ് പറയുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ, എന്നാൽ പ്രിയമുള്ളവരെ. അപ്പോൾ എന്തിനാ ഇത്രയും ഇങ്ങനെ പറഞ്ഞ് ഈ വിഷയം അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഇത് പറയേണ്ട ആവശ്യം എന്താ? നമുക്കറിയാം ദൈവത്തിന് മക്കളും ഉണ്ട്, പ്രിയമക്കളും ഉണ്ട്. ദൈവത്തിന് മക്കളും ഉണ്ട്, പ്രിയമക്കളും ഉണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് ദൈവത്തിൻ്റെ ക്രിയയാണ്, ദൈവം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഈ പ്രിയമക്കളാകണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? പ്രിയമക്കളാകണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? നമ്മുടേതാ, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഞാൻ ദൈവത്തിന് ഒരു പ്രിയ മകനാകണമെങ്കിൽ, ഒരു മകളാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമാ? എന്നിൽ നിക്ഷിപ്തമാണ്. പൗലോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ, ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും എഫേസോസിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനവും, അവിടെ പറയുന്നുണ്ട് ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ. ഒരു ലേഖനത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നെ അനുകരിക്കണം. എഫേസ് ലേഖനത്തിൽ പറയുകയാണ് നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം. അപ്പോൾ അവരുടെ ആ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് നോക്കിക്കോണം. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിലോട് പറയുകയാണ് ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണം, നിങ്ങൾ എന്നെ അനുകരിക്കണം. നോക്കി, ദൈവത്തെ അനുകരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ അനുകരിച്ചാൽ നിങ്ങൾക്ക് ആരായിട്ട് തീരാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. ഇനി നോക്കിക്കേ, അടുത്ത ലെവലിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നേരിട്ട് ദൈവത്തെ എന്ത് ചെയ്യാം? അനുകരിക്കാം. നമ്മൾക്ക് മുമ്പിൽ ഓടിയ അനേക പിതാക്കന്മാർ നമുക്കുണ്ട്. മാതൃകയായിട്ട് നമുക്ക് മുന്നേ ഓടിയ അനേകരുണ്ട്. നമുക്കൊരു പിൻതലമുറ നമ്മളുടെ പുറകെ വരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങൾ ആരെ നോക്കണം? ദൈവത്തെ നോക്കിക്കോ. പക്ഷെ എന്നാൽ മുമ്പിലുള്ള തലമുറ അവർ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ നോക്കൂ, നിങ്ങൾ എന്നെ നോക്കൂ, ഞങ്ങൾ എങ്ങനെ ദൈവത്തെ അനുകരിക്കുന്നോ അതുപോലെ നമുക്ക് ദൈവത്തെ അനുകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ പ്രിയമക്കൾ ആയി തീർന്നെങ്കിൽ മാത്രമേ പത്രോസ് പറയുന്ന ഈ ഒരു നിലവാരത്തിലേക്ക്, ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഈ ഭാഗം ഞാനൊന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന നാളുകളിലേക്ക് താൻ എത്തപ്പെട്ടിരിക്കുകയാണ്. താൻ അവസാന നാളുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ തനിക്ക് പറയാൻ ഏറ്റവും പ്രധാനം താൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. തൻ്റെ 2 ലേഖനങ്ങളിലും താൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്, 3-ാം അധ്യായത്തിൻ്റെ ആ പ്രാരംഭ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഉണർത്തുകയാണ്. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ്. അപ്പോൾ പരമാർത്ഥ മനസ്സാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? ഉണരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളുടെ മനസ്സ് പരമാർത്ഥ മനസ്സായിരിക്കണം. എങ്ങനെ ഈ മനസ്സ് പരമാർത്ഥമായിരിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ അനേക വാക്യങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. നാം അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ എന്ത് ചെയ്യണം?
രൂപാന്തരപ്പെടണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നമ്മുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു, നിങ്ങൾ ഓർത്തുകൊള്ളണം. അത് തന്നെയുമല്ല, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ബി ഡിലിജന്റ്, നിങ്ങൾ കർമ്മോദ്യുക്തരാകണം, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം ജാഗ്രതയുള്ളവരായി തീരുന്നില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ നേരിടാൻ നമ്മളെ കൊണ്ടാവില്ല പ്രിയമുള്ളവരെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നമ്മൾ കർമ്മോദ്യുക്തരായില്ലെങ്കിൽ നമ്മൾ വിശ്വാസ സമൂഹം, പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ നമ്മൾ ജാഗരൂകരായില്ലെങ്കിൽ, ജാഗ്രത പാലിച്ചില്ല എങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, വരുന്ന നാളുകളിൽ നമ്മൾ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾക്ക് വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നേരിടാൻ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. അതിന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കും. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കും. എന്താ ഈ പരിഹാസികൾ എഴുന്നേൽക്കും എന്ന് പറയുന്നത്? ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ശത്രുക്കൾ വെളിയിൽ നിന്ന് അവരൊക്കെ എഴുന്നേറ്റ് വരുന്ന കാര്യമായിരിക്കുമെന്ന്. അല്ല പ്രിയമുള്ളവരെ, വെളിയിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്ന കാര്യമല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നമ്മളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഒരു കാലത്ത് ദൈവവചനത്തിനു വേണ്ടി, ദൈവവചനത്തിൻ്റെ കാതലായിട്ടുള്ള ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന ഒരു സമൂഹം എന്നുള്ള പേര് നമ്മളിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ, മാറാതിരിക്കണമെങ്കിൽ നമ്മൾ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിലേക്ക്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മടങ്ങി വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ ആ മൂപ്പന്മാരെ ആ മിലേത്തോസിൽ വിളിച്ചു വരുത്തി അവരോട് പറയുന്ന, താൻ കണ്ണുനീരോടുകൂടെ അവരോട് പറയുന്ന അനേക ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, ഞാൻ പോയ ശേഷം, ആ വാക്യം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. ഞാൻ പോയ ശേഷം, അടുത്ത വാക്ക് പറയുന്നുണ്ട്, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. കൊടിയ ചെന്നായ്ക്കൾ, അവരുടെ ജോലി എന്താണ്? ദൈവവചനത്തെ പിച്ചി ചീന്തുക. അവരുടെ ഉദ്ദേശം എന്താണ്? ദൈവജനത്തെ തകർത്ത് കളയുക. അവരുടെ ഉദ്ദേശം എന്താണ്? ദൈവവചനത്തെ ചോദ്യം ചെയ്യുക. എൻ്റെ പ്രിയമുള്ളവരെ, സത്യ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് പൗലോസ് പറഞ്ഞു ഞാൻ പോയ ശേഷം എന്നെന്തുകൊണ്ട് പറഞ്ഞു? താൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഞാൻ അതിന് അനുവദിക്കുകയില്ല. എന്നാൽ ഒരു സത്യം തുറന്നു പറയാതിരിക്കാൻ തരമില്ല പ്രിയമുള്ളവരെ. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഇത് കാണേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഇത് കാണേണ്ടി വരുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്ര വിശുദ്ധിയുള്ളവരായിട്ട്, എത്ര ഭക്തിയുള്ളവരായിട്ട് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ, സഭയ്ക്കകത്ത്, സഭയ്ക്ക് പുറത്ത്, നമ്മളുടെ ഓരോ ജീവിതങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അവരെങ്ങനെ പ്രതികരിക്കണം? പത്രോസ് പറയുകയാണ്, അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കും, ദൈവവചനത്തെ അവർ ചോദ്യം ചെയ്യും. അതായത് ദൈവ കൽപ്പനകളെ, ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ വില കൽപ്പിക്കാതിരിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉണരാനുള്ള സമയം എത്രയും അടുത്തിരിക്കുകയാണ്. ഇനിയും അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഓടിച്ചു പറയുകയാണ്, പിന്നീട് അതക്കം വിട്ട് ഓരോന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുകയാണ്, നാം അറിവില്ലാത്തവരാകരുത്. ബി നോട്ട് ഇഗ്നറന്റ്. നമ്മൾ അജ്ഞരാകാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം. പൗലോസ് അക്കമിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾ കൃപാവരത്തെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. അതുപോലെ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ അറിയണം. എന്താണ് അതിൻ്റെ അർത്ഥം?
സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സത്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഈ പാതാള ഗോപുരങ്ങൾ ഇന്ന് ദൈവസഭയെ നേരിടുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാ. ആ പണിയെ എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തണം. ആ പണിയെ തടസ്സപ്പെടുത്തണം. എന്നാൽ പിശാച് ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? പിശാച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവസഭയുടെ പണിയും ദൈവസഭയുടെ വളർച്ചയും മുന്നോട്ട് പോകരുത്. ദൈവം ആഗ്രഹിക്കാത്ത നിലയിൽ മുന്നോട്ട് പൊയ്ക്കൊള്ളട്ടെ എന്നാഗ്രഹിക്കുകയാണ്. അതിന് പെട്ടെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇങ്ങനെ മടങ്ങി വരാം. എഫേസോസിലെ വിശ്വാസികൾക്ക് നമ്മുടെ കർത്താവ് ലേഖനം എഴുതുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിക്കോലാവ്യരുടെ നടപ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. നിക്കോലാവ്യരുടെ നടപ്പ് നിങ്ങൾ പകയ്ക്കുന്നു. അത് ഞാനും പകയ്ക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. എന്താ നിക്കോലാവ്യരുടെ നടപ്പ്? ജനങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ്, ഒരു സംഘടനാപരമായ ഒരു സെറ്റപ്പിലേക്ക് ദൈവത്തിന്റെ സഭ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് അന്നു മുതലേ വന്നു, അന്നു മുതലേ തുടങ്ങി. ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. ഇന്ന് നമ്മുടെ സഭകൾ വളരുന്നതും വളരാതിരിക്കുന്നതും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് തലത്തിലാണെന്ന് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിവില്ലാത്തവരാകരുത്. പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിവുള്ളവരായി ദൈവവചനത്തിന്റെ വളർച്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിലൂടെ സഭയിലൂടെ എങ്ങനെ മുന്നോട്ട് വരണം പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചേ. ഞാനത് പിന്നീട് ഞാൻ വരികയാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് 1-2 സഭകൾ അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ പിന്നെയും നമ്മൾ ഇതേ കാര്യം വായിക്കുന്നുണ്ട്. നിക്കോലാവ്യരുടെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. നിക്കോലാവ്യരുടെ ഉപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അതിന്നുമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ സഭ എങ്ങനെ വളരണം? ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. ദൈവസഭ എന്ന് പറയുന്നത് അതൊരു സംഘടനയല്ല. പിന്നീട് എന്താണ്? ചർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ഓർഗാനിസം. അതൊരു ജീവൽ ഘടനയാണ്. ജീവൽ ഘടനയാണ്. ഒരു ഓർഗനൈസേഷൻ പോലെ സഭ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ജീവൽ ഘടനയായിട്ട് ദൈവത്തിന്റെ സഭ വളരണം. ദൈവത്തിന്റെ മക്കൾ ആത്മീകമായിട്ട് ഉയരണം. അവർ ആത്മീക പരിജ്ഞാനത്തിൽ എത്തിച്ചേരണം. ആ ഒരു തലത്തിലേക്ക് വരണം. എന്നാൽ അന്ത്യകാലത്ത് ദൈവവചനത്തിന് എതിരായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ, നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ എഴുന്നേൽക്കും, വിഘടനമുണ്ടാക്കും, ഭിന്നതയുണ്ടാക്കും, ദൈവജനത്തെ ചിഹ്നിച്ചു കളയാനായിട്ട് ഇടവരും. പൗലോസ് പറയുന്നു, ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കുകയല്ല, ഞാനത് ചെയ്യത്തില്ല, ഞാനത് അനുവദിക്കത്തില്ല. പക്ഷെ ഞാൻ പോയ ശേഷം, ഞാൻ മരിച്ച ശേഷം ഒരു പക്ഷെങ്കിൽ അത് നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കണം? പൗലോസും പത്രോസും ആവർത്തിച്ച് തൻ്റെ ലേഖനങ്ങളിലൂടെ തനിക്ക് പറയാൻ, അവർക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ദൈവസഭ വളരണം? ഒരു ജീവൽ ഘടനയായിട്ട് വളരണം. ദൈവവചനത്തിലെ പ്രമാണങ്ങൾ അനുസരിച്ചു തന്നെ, ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങൾ അനുസരിച്ച് തന്നെ ദൈവസഭ വളരണം. അതിൻ്റെ ഓരോ തലങ്ങളിലേക്കും ഇപ്പോൾ എനിക്ക് പോകാനായിട്ട് നിർവാഹമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പത്രോസ് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നമ്മൾ അറിവില്ലാത്തവര് ആകരുത്. അതിനുശേഷം പത്രോസ് പറയുന്നു, നോക്കിയേ, നിങ്ങൾ ഡെലിജന്റ് ആയിരിക്കണം, നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ആ 2 വാക്കുകളും അവിടെ തന്നെ ഉണ്ട്. ആ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം. എന്താണ് കരുതലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ? കെയർഫുൾ, ബി കെയർഫുൾ. നിങ്ങൾ ആവുന്നില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. 3, നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. 4, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1, കരുതലുള്ളവരായിരിക്കണം. 2, ജാഗ്രതയുള്ളവരായിരിക്കണം. 3, ഉത്സാഹമുള്ളവരായിരിക്കണം. 4, നമ്മളുടെ ജീവിതം സൂക്ഷ്മതയോടെ നമ്മൾ നയിക്കുന്നവരായിരിക്കണം. ഇനിയും അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്തി പത്രോസ് പിന്നെയും പറയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ജാഗ്രതയോടെ ഭക്തിയുള്ള ജീവിതം നയിക്കണം. ജാഗ്രതയോടെ ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പത്രോസ് പറയുന്ന ഒരു കാര്യം, അത് നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതായത്, നാശത്തിലേക്ക് പോകുന്നവരെ നേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആ വാക്യങ്ങൾ എടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കത്തിലൊക്കെ പറയുകയാണ്. അതായത്, നാശത്തിലേക്ക് പോകുന്നവരെ നേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ നാശമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകുന്നവരെന്നാണ്. അല്ല പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവജനം തന്നെ അവർക്ക് തന്നെ നാശത്തിനായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, അവരെ നേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആത്മീകരായ നിങ്ങൾ ഗലാത്യ ലേഖനം 6:1 നമ്മൾ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, ദൈവവചനത്തിനെതിരായിട്ട് അവൻ പോയെങ്കിൽ, ആത്മീകരായ നിങ്ങൾ. എന്നാൽ നമ്മൾ ഇന്നെന്താ ചിന്തിക്കുന്നതെന്നറിയാമോ? അവൻ പോയ വഴിയെ പോകട്ടെ, വിടരുത്, വിട്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാ, വിടരുത്, അവനെ സഭയിൽ നിന്ന് പുറത്താക്കരുത്, അവനെ നേടണം, അവനെ കർത്താവിങ്കലേക്ക് മടക്കി കൊണ്ടുവരണം. അതിനിന്നത്തെ ദൈവസഭ ഉണർന്നേ മതിയാകുള്ളൂ. പ്രത്യേകിച്ച് അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ദൈവസഭയുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന ദൈവദാസന്മാർ, അവർ ഉണർന്നു പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഒക്കെ അവരെ ചേർത്ത് നിർത്തി, അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി അവരെ പഠിപ്പിച്ചു, അവരെ എത്രയും പെട്ടെന്ന് മടക്കിക്കൊണ്ടുവന്നു. അവരെല്ലാം പിന്നീട് കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്രദമായി തീരാനിടയായി തീർന്നു. അപ്പല്ലോസ് ഉപദേശത്തിൽ അല്പം തെറ്റിയപ്പോൾ മടക്കിക്കൊണ്ടുവന്നു. അവൻ പിന്നെയും കർത്താവിന് എത്രമാത്രം പ്രയോജനപ്രദമായിട്ട് തീരാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നവരെ നേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരുമിച്ച് കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരുമിച്ച് നമുക്ക് കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും എന്ത് ചെയ്യണം? വളരുവാൻ നമുക്ക് ഇടയായി തീരണം. അങ്ങനെ വളരുമ്പോഴാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്ന കാര്യങ്ങൾ 3-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 4 കാര്യങ്ങളിലാണ് ബിലവഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ബിലവഡ് ബി പ്രിപ്പയർഡ്, നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. രണ്ടാമത് ബിലവഡ് ബി പ്യൂരിഫൈഡ്, നമ്മൾ വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവിൻ്റെ ഭാഗത്തു നിന്നും നമ്മളെ ഏതെല്ലാം നിലയിൽ വിശദീകരിക്കണമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇനി ഉത്തരവാദിത്തം നമ്മളിലാണ്. നമ്മൾ വേർപെടുക, കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുക, കർത്താവിന് വേണ്ടി നമ്മൾ വിശുദ്ധീകരിച്ചവരായിട്ട് നമ്മളെ തന്നെ ഒന്ന് മാറ്റിക്കൊടുക്കുക, കർത്താവിന് കൊടുക്കുക. അതായത് കർത്താവ് നമ്മളെ ഉപയോഗിക്കത്തക്ക നിലയിൽ ആകാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്രദമായ നിലയിൽ നമ്മളെ ഒന്ന് വേർതിരിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 3-ാമത്തെ കാര്യം പത്രോസ് പറയുന്നത് ബിലവഡ് ബി പെർസിസ്റ്റന്റ്, നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുക. സ്വന്തം സ്ഥിരത നമ്മൾ വീണു പോകരുത്, സ്വന്തം സ്ഥിരത വിട്ട് നമ്മൾ പോകാനായിട്ട് പാടില്ല. ബി പെർസിസ്റ്റന്റ്. 4-ാമത്തെ കാര്യം ബിലവഡ് ബി പ്രോഗ്രസീവ്, നമ്മൾക്ക് ആത്മീകമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകണം, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകണം. ആ വളർച്ചയ്ക്ക് നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും, ദൈവം ആഗ്രഹിക്കുന്ന പക്വതയിലേക്ക് നമുക്ക് വളരാനായിട്ട് ഇടയായി തീരണം. ദൈവം ആഗ്രഹിക്കുന്ന പക്വതയിലേക്ക് വളരാനായിട്ട് ഇടയായി തീരണം. ഇനി നമ്മൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് എന്താണ് ഈ ദൈവ ദിവസം?
3 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരികയാണ്. നാളെ വരുമ്പോൾ അതൊന്ന് ചിന്തിച്ചുകൊണ്ട് വരിക. ദൈവവചനത്തിൽ ഈ ദൈവ ദിവസം എന്നതിനോടുള്ള ബന്ധത്തിൽ 3 വാക്കുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, കർത്തൃദിവസം, ലോർഡ്സ് ഡേ. എന്താണ് ഈ കർത്തൃദിവസം, ലോർഡ്സ് ഡേ എന്താണ്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദിവസം. ഒന്നാമത് കർത്തൃദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡേ ഓഫ് ദ ലോർഡ്. അതെന്താണ് കർത്താവിൻ്റെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്? മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദൈവ ദിവസം, ഡേ ഓഫ് ഗോഡ്. ഈ 3 കാര്യങ്ങളും ഒന്ന് ചിന്തിച്ച് നാളെ വരിക. കർത്താവ് അനുവദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനിൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതകരമായുള്ള കാര്യങ്ങളെ നമുക്ക് നൽകി തന്ന കർത്താവിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഹോദരനോടുള്ള നന്ദിയെയും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത 2 ദിവസങ്ങളിലും ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ ബൈബിൾ ക്ലാസ്സുകൾ തുടരുന്നതാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാവരും കടന്നു വന്ന് പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ട് കൃപയാലുള്ള ഒരു സമർപ്പണ ജീവിതത്തോടുകൂടി ജീവിക്കുമ്പോൾ കൃപയാലുള്ള കഷ്ടതകൾ നാം സന്തോഷത്തോടുകൂടി അനുഭവിച്ച് ദൈവത്തിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളർന്നു വന്ന് ദൈവത്തോടുള്ള ഭക്തിയിൽ, പ്രിയ മക്കളായിട്ട് ദൈവത്തോടുള്ള ഭക്തിയിലും വിശുദ്ധിയിലും നിർമ്മതരായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ കേൾപ്പിച്ച വചനത്തിൻ്റെ രത്നച്ചുരുക്കം. ആ നിലയിൽ വരുംകാലങ്ങളിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുന്നു. എല്ലാവരും നാളെയും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഇനിയും തുടർന്ന് ഈ ദിവസത്തിൽ നടക്കേണ്ട പരിപാടികളെക്കുറിച്ച് ചുരുക്കമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. 9:20 മുതൽ 9:40 വരെ ചില സഹോദരന്മാർ ആ ഹാളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോട് ഒന്നിച്ച് ചേരാവുന്നതാണ്. ഇനിയും 10 മണി മുതൽ 1 മണി വരെ നടക്കുന്ന പ്രാദേശിക സഭകളും സുവിശേഷ പ്രവർത്തനങ്ങളും എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന യോഗത്തിൽ വി മാത്യു സഹോദരൻ അധ്യക്ഷത വഹിക്കുന്നതാണ്. സന്ദേശങ്ങൾ തരുന്നത് ജെയിംസ് എം തോമസ്, റെജി കെ തോമസ്, സുഭാഷ് തങ്കച്ചൻ. ഈ 3 സഹോദരന്മാരാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു വരാം. വൈകുന്നേരത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ദൈവിക ഇടപെടലുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ദാനിയേൽ വർഗീസ് സഹോദരൻ സംസാരിക്കും. അതിനുശേഷം ജെയിംസ് എം തോമസ് സഹോദരൻ പഴയ നിയമ പ്രവചനങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന മർമ്മം എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ TM തോമസ് ഇടശ്ശേരി എരുമക്കാട്ട് നിന്ന് വന്ന സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഇന്നത്തെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രഭാതം കൂടി അവിടുന്ന് ദാനമായിട്ട് നൽകി. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ ആരംഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കി. ഇന്ന് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സിലുള്ള മതിൽ കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് മുമ്പാകെ ഇരിക്കുവാനും അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിരുദാസനെ അവിടുന്ന് ബലപ്പെടുത്തി വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ വിശുദ്ധിയോടുകൂടി ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെ കേട്ടതുപോലെ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ വിശുദ്ധിയോടുകൂടി വെടിപ്പോടുകൂടി അവിടുത്തെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ കഷ്ടതകൾ, അതൊക്കെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് കൊടുത്ത വചനത്തിനായി സ്തോത്രം. കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും കർത്താവ് നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഈ കർത്താവെ ബൈബിൾ സ്റ്റഡി അത് ദൂരെ നിന്നും ചാരത്തു നിന്നും ഒക്കെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് ശിക്ഷാവധിക്കിടയാക്കാതെ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ വിശുദ്ധിയോടും വെടിപ്പോടും കൂടി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതയിലും ഞങ്ങളങ്ങനെ സ്തുതിച്ചുകൊണ്ട് കർത്താവ്
കർത്താവെ അതും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തന്നെ ആയിരിക്കാൻ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള മീറ്റിങ്ങളെയും അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തെ കൂട്ടി വരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ.